ഹലോ എവ്രി വൺ, ലോഗ്രാനിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസ് സ്റ്റേജ് 2 എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് അത്യാവശ്യം എളുപ്പമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. എന്നാൽ കുറച്ചൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കടുപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ഏതാണ്ട് സെയിം തന്നെയാണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, മാക്സും അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം കമ്പാരിറ്റീവ്ലി ഒരേ കണക്കത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് പറയാം. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാക്കിയിട്ടുണ്ട്. സ്റ്റേജ് 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് പഠിച്ചവർക്ക് കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്കും നമ്മൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് തന്നെ അവോയ്ഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നെഗറ്റീവ്സ് കുറയ്ക്കാനായിട്ട് പറ്റുമായിരുന്നു. ഈ പറയുന്ന വാഗ്ഭടാനന്ദൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് ലോജിക്ക് ഉപയോഗിച്ച് 1947 അദ്ദേഹം അതിനു മുന്നേ മരിച്ചു എന്നുള്ളൊരു ചെറിയൊരു അറിവുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. കാരണം 4 എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും, എ ആണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഒരു മാർക്ക് പെട്ടെന്ന് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതുപോലെ വക്കം അബ്ദുൽ ഖാദറിനെ ചോദിച്ചത് ഇത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം വെറുതെ എഴുതി നെഗറ്റീവ് വരുത്താതിരിക്കുക. അതുപോലെ ബാക്കി ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ശ്രദ്ധിച്ച് വായിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. ക്ഷേത്രപ്രവേശനത്തിനാണോ അതോ സഞ്ചാര സ്വാതന്ത്ര്യത്തിനാണോ എന്നുള്ളതെല്ലാം ആലോചിച്ച് അപ്പോൾ എഴുതിയെങ്കിൽ നെഗറ്റീവ് വരുത്താതെ എഴുതാൻ പറ്റും. അപ്പം നെഗറ്റീവ് ഇല്ലാത്ത എഴുതിയവർക്ക്, നെഗറ്റീവ് വളരെയധികം കുറച്ചവർക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ എത്രയൊക്കെ മാർക്ക് കുറച്ച് പറഞ്ഞാലും ഇതിനകത്ത് ഒരു 75+ വാങ്ങിച്ചവർ ഒരുപാട് പേര് കാണും, 80+ വാങ്ങിച്ചവരും ഒക്കെ കാണും. എന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മളൊന്ന് ഓവറോൾ വിലയിരുത്തുമ്പോഴത്തേക്ക് മാത്സ് ഒക്കെ അത്യാവശ്യം ചെയ്യാനായിട്ട് പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സമയപരിധിക്കുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. സമയക്കുറവ് അധികം അങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാം കറക്റ്റായിട്ട് ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. പിന്നെ സയൻസ് പോർഷൻസ് ഒക്കെ SCRT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ SCRT ഇനി പോകുന്നവർ SCRT സയൻസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക. ഇതിൽ കൂടുതലും സയൻസ് ക്വസ്റ്റ്യൻസ് 8ാം ക്ലാസ്സിൽ നിന്നുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 8, 9, 10 3 ചാപ്റ്റേഴ്സും പഠിക്കുക കേട്ടോ. ഫസ്റ്റ് സ്റ്റേജിലും 8, 9, 10 നിന്ന് തന്നെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ളത് നമ്മുടെ ജോഗ്രഫി ക്ലാസ്സും അതുപോലെ ഹിസ്റ്ററി ക്ലാസ്സും എല്ലാം കണ്ടവർക്ക് ഈ ഒരു പോർഷനൊക്കെ വളരെയധികം എളുപ്പമായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുള്ള പോർഷനിൽ നിന്നെല്ലാം, നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന പോർഷനിൽ നിന്നെല്ലാം തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ജോഗ്രഫി ക്വസ്റ്റ്യൻസ്, ഇന്ത്യൻ ജോഗ്രഫി ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും കുറച്ച് കടുത്തിലാണ് ഇന്ത്യൻ ജോഗ്രഫി ചോദിച്ചത്. അത് ഫസ്റ്റ് സ്റ്റേജിനെ അപേക്ഷിച്ച് സെക്കൻഡ് സ്റ്റേജ് കുറച്ചും കൂടെ ഒന്ന് കേട്ടി ചോദിച്ചിട്ടുണ്ട്. ഈ പറയുന്നതൊക്കെ നമുക്ക് NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ത്യൻ ജോഗ്രഫി നിങ്ങൾ SCRT അധികം ചോദിച്ചിട്ടില്ല, NCERT ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത സ്റ്റേജുകാർ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിനൊരു കട്ട് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ട് എത്ര മാർക്ക് നല്ല മാർക്കാണെന്ന് പറയാനേ പറ്റുള്ളൂ. നമുക്ക് ഇനിയും 2 സ്റ്റേജും കൂടെ ബാക്കിയുണ്ട്. അപ്പം ഒരു 65 എബവ് വാങ്ങിയിട്ടുള്ളത് വളരെ നല്ല മാർക്ക് തന്നെയാണ്. നമുക്കിനി നോർമലൈസേഷൻ പ്രോസസ്സ് ഉണ്ട്, എന്തുകൊണ്ടും ഡിലീഷൻ പോകുന്നൊന്നും അറിയില്ല. കാരണം ശരിയുള്ളതും തെറ്റുള്ളതും ഒക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം നമുക്ക് ഡിലീഷൻ കഴിഞ്ഞ് പിന്നെ നോർമലൈസേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് കട്ട് ഓഫ് വരിക. അപ്പോൾ എന്തായാലും 65 റേഞ്ചിന് മേളിലോട്ട് വാങ്ങിച്ചവർ എന്തായാലും അത്യാവശ്യം നല്ല മാർക്ക് തന്നെയാണ്. അപ്പം 60 എബവ് ഉള്ളവരെല്ലാവരും എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. 65, 70 റേഞ്ചിലൊക്കെ വാങ്ങിച്ചത് നല്ല മാർക്കാണ്. അപ്പം അവർ ഒട്ടും എന്ത് ചെയ്യില്ല, സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ പഠിച്ചു തുടങ്ങുക. പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടി 60 എബവ് വാങ്ങിച്ചവരെല്ലാം എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നമ്മൾ ഈ ഒരു 10th മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സിലബസ് തന്നെയാണ് നമുക്കിനി അങ്ങോട്ടുള്ള എക്സാമുകൾക്കെല്ലാം വരുന്നത്. അപ്പം ഇനി അങ്ങോട്ട് ഡിഗ്രി ലെവൽ എക്സാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠിത്തമൊന്നും ഉഴപ്പാതെ എല്ലാവരും എന്ത് ചെയ്യുക, പഠിച്ച് മുന്നേറുക കേട്ടോ. അപ്പം സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പോസ്റ്റ് വേക്കൻസീസിന് ആനുപാതികമായിട്ട് നമുക്ക് പ്രിലിംസിൻ്റെ ലിസ്റ്റിൽ ആളെ എടുക്കത്തുള്ളൂ. ബാക്കിയുള്ള എക്സാമുകൾക്കൊക്കെ നമുക്ക് ലിസ്റ്റിൽ തോനെ പേരെ എടുക്കുന്ന പോലെ അത്രയും എടുക്കില്ല. ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമും കൂടിയാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് OAക്ക് അതിനനുസരിച്ച് പ്രിലിംസിൻ്റെ ലിസ്റ്റും ചുരുങ്ങാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് കട്ട് ഓഫ് കുറച്ച് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് മുന്നിൽ കാണുക. ഇനിയുള്ള സ്റ്റേജുകാർ അപ്പം കുറച്ചും കൂടി നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനിയുള്ള സ്റ്റേജുകാർ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സും റിലേറ്റഡ് ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് വന്നതെന്നുള്ള SCRT ഫാക്ട്സുകളെല്ലാം കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. 60 എബവ് വാങ്ങിച്ചവരെല്ലാവരും തന്നെ പഠിച്ചു തുടങ്ങാം. അതിൽ പഠിത്തത്തിൽ ആരും ഉഴപ്പ് വരുത്താതെ നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.